നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തു പറ്റി പാറു? എന്താ മനസ്സിലാവാത്ത കാര്യം? മണിക്കുട്ടാ, ഞാൻ കണ്ടു മണിക്കുട്ടാ. ഒരു വയസ്സായ മനുഷ്യനെ കാറിടിച്ച് തെറിപ്പിക്കുന്നു. രക്തം ചിതറുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യില് ശൂലത്തിന്റെ മുദ്ര പച്ച കുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു മണിക്കുട്ടാ. എനിക്ക് പേടിയാവുന്നു. ഞാനിനി എന്താ ചെയ്യാ? ആരായിരിക്കും മുത്തശ്ശൻ? നീ ഭയപ്പെടാതെ, ടെൻഷൻ അടിക്കാതെ ഇരിക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു അയാളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് ചിലപ്പോൾ നിന്റെ കടമയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഉദയന്നൂരമ്മ അത് നിനക്ക് ദിവ്യ ദൃഷ്ടിയിൽ കാണിച്ചു തന്നത്. ഏതായാലും ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. പാർവതി, ദൈവമേ, എന്റെ ഭർത്താവിനെ രക്ഷിച്ചതും എന്റെ നെറ്റിയിലെ സീമന്തം മായാതെ നോക്കിയതും നീയാണ്. അയാളെ നീ അന്ന് തടഞ്ഞതുകൊണ്ട് ഗോപിയേട്ടൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കുട്ടി. അയ്യോ ദൈവമേ, ഇങ്ങനെയുള്ള വലിയ വലിയ വർത്താനമൊന്നും എന്നോട് പറയല്ലേ. എനിക്ക് ഈ അമ്മയോടും ഉദയന്നൂരമ്മയോടും നിറയെ കടപ്പാടുണ്ട്. ആ അമ്മയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാ എന്റെ ഈ ജന്മമെന്ന് എനിക്കറിയാം. ഉദയന്നൂരമ്മ എനിക്ക് തന്ന വരപ്രസാദമാണ് നീ. ഈ കുടുംബത്തെ നീ കാത്തു രക്ഷിക്കും, എനിക്ക് ഉറപ്പായി. അതെന്റെ കടമയാ ദൈവമേ. ഞാനത് സന്തോഷത്തോടെ തന്നെ ചെയ്യും. അതിനുവേണ്ടി എന്റെ ഈ ജീവൻ വെടിയേണ്ടി വന്നാലും അതിനും ഞാൻ തയ്യാറാ. അതെനിക്കറിയാം മോളെ. നീ എത്ര വലിയ ത്യാഗമാണ് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് നിനക്കൊരു തുണയായി നീ ആ ശേഖരനെ വിളിച്ചോണ്ട് വരണം. ആരാ ഈ ശേഖർ? അദ്ദേഹത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണോ? അതെ പാർവതി, അദ്ദേഹത്തെ ഇവിടേക്ക് നീ കൂട്ടിക്കൊണ്ടുവരണം. അതെന്റെ ആഗ്രഹം മാത്രമല്ല, നിന്റെ ആവശ്യം കൂടിയാ. എല്ലാം ദൈവമയുടെ ആഗ്രഹം പോലെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. പക്ഷേ ആരാ ഈ ശേഖർ? അദ്ദേഹം ഇപ്പൊ എവിടെയാ ഉള്ളത്? അതിനുള്ള ഉത്തരം ഞാനല്ല തരേണ്ടത്, ഉദയന്നൂരമ്മയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.